ശ്രീനിവാസിൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ പോലൊരു വളരെ പ്രശസ്തനായ മുഖവുര ആവശ്യമില്ലാത്തൊരു ഗായകൻ ആദ്യമായി സംഗീത സംവിധായകനാവുമ്പോൾ ചില പ്രത്യേക അനുഭവങ്ങളും അനുഭൂതികളും ഒക്കെ പറയാനുണ്ടാവും അല്ലേ? എന്താണ് അങ്ങനെ ഒരു സംഗീത എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നിങ്ങളുടെ കൂടെ ഇത്രയും മ്യൂസിക്കലായിട്ട് എഴുതുമ്പോൾ ഒരു സാധനം കമ്പോസ് ചെയ്ത് തരുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ ആ ട്യൂണിൻ്റെ ഒരു മീറ്റർ പോലും എഫക്റ്റ് ചെയ്യാതെ വാക്കുകൾ തരിക, പാടുമ്പോൾ സുഖം. അപ്പം നിങ്ങളുടെ അല്ല, സത്യം പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഭയങ്കരമായിരുന്നു. ഈ ട്യൂണിട്ട് പാട്ട് എഴുതുക എന്നുള്ളതൊരു നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. എനിക്ക് അങ്ങനെ ഒരു പരിചയമൊന്നുമില്ല. പിന്നെയുള്ള സംഭവം എന്താ വെച്ചാൽ മുമ്പ് മുതലേ ഈ വൃത്തശാസ്ത്രം ഞാൻ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നു. കവിത എഴുതാനുള്ള വാസന ഇല്ലയെന്ന് അറിയാവുന്നുണ്ട്. പത്രവാർത്തയൊക്കെ ചുമ്മാ ശാർദൂല വിക്രീഡിതം വൃത്തത്തിലാക്കി നോക്കുക, ഇങ്ങനെ മീറ്ററിനകത്ത് ഒതുക്കി നോക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു മുമ്പ്. ഭാഷയുടെ ഒരു വിനോദം എന്നതിലേക്ക്. പിന്നെ സംഗീതത്തെക്കുറിച്ചും ധാരാളം കേൾക്കുന്നുണ്ടായിരുന്നു, താളങ്ങളെക്കുറിച്ച് ഒരു ജനറൽ ധാരണയുണ്ട്. നിങ്ങൾക്ക് രാഗങ്ങളെക്കുറിച്ചും ധാരണകൾ ഉണ്ടല്ലോ. അത് പാടാൻ കഴിയാത്തതുണ്ടോ? പാടാൻ കഴിയില്ലാത്തതുണ്ട്. വേറെ ഏതെങ്കിലും തരത്തിൽ അത് ഡെവലപ്പ് ചെയ്യുമല്ലോ, വേറൊരു സൈഡ്. എന്നാലും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതുമ്പോൾ. എന്തായിരുന്നു ഈ പടത്തിന് പാട്ട് ചെയ്ത് കഴിയുമ്പോൾ പ്രത്യേകിച്ച് AR റഹ്മാനെ പോലെയുള്ള ഒരാൾ വന്ന് ഈ കാസറ്റ് റിലീസ് ചെയ്യാനുണ്ടായത് അങ്ങനെ ഒരു സാഹചര്യം എന്തായിരുന്നു? ആദ്യമായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ റഹ്മാൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തു, ഇങ്ങനെ ഞാൻ ഇതുവരെ ഞാൻ ഏത് മ്യൂസിക് ഡയറക്ടറും എനിക്കൊരു ചാൻസ് തരുമെന്ന് ചോദിച്ചിട്ടില്ല. ഒരു പാട്ട് റഹ്മാൻ്റെ അടുത്തും ഞാൻ അതിനെ ചോദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ആദ്യമായിട്ട് മ്യൂസിക് ആയിരിക്കുകയാണ്, നിങ്ങൾ വന്ന് റിലീസ് ചെയ്താൽ നന്നായിരിക്കുന്നത്. അതിനെന്താ, ഓഫ്കോഴ്സ് ഐ വിൽ കം എന്ന് പറഞ്ഞു. അപ്പോൾ റഹ്മാൻ വന്ന് റിലീസ് ചെയ്തു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇതൊരു തമിഴ് ബ്രാഹ്മിൻ വിവാഹത്തിൻ്റെ പശ്ചാത്തലമാണല്ലോ. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു കൾച്ചർ ഇപ്പം ശ്രീനിവാസനെ സംബന്ധിച്ച് ഒരു ബ്രാഹ്മിൻ കൾച്ചറിൻ്റെതായ ഭാഗമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പാരമ്പര്യം ഇതിൻ്റെ മ്യൂസിക് ഉണ്ടാക്കുന്നതിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പം നമ്മുടെ അതാണ് ഞാൻ ഈ തമിഴ് ബ്രാഹ്മിൻ വെഡ്ഡിങ്സിൽ ഈ രാവിലെ ആ ബിലഹരി രാഗം നാസരം വായിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ മറ്റേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഇഡ്ഡലീൻ്റെ ഒക്കെ സ്മെല്ല് വരും. അത്രയ്ക്ക് അങ്ങനെ ഒരു ഇതാണ്. അപ്പം അത്ര മ്യൂസിക് സോ ട്വൈൻഡ് വിത്ത് ദ ഹോൾ തിങ്. അതന്നെ ഇത് ആക്ച്വലി ഇത് ഞാൻ കമ്പോസ് ചെയ്തതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഞാനിത് ഒരുപാട് കേട്ടിട്ടുള്ള അതിൽ നിന്ന് കുറേ ചെറിയ ഇംപ്രൂവൈസേഷൻസ് ഉണ്ട്. പക്ഷെ ഇതിൻ്റെ ചരണം I thought why not go to Edugula Composer. വേറൊരു രാഗത്തിലായി വന്നപ്പോഴത്തേക്ക് Edugula Composer എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഭാവമുള്ള രാഗം. എരിക്കലെ കാമോദരി എന്നുള്ള പേരിൽ നമുക്ക് കഥകളിലൊക്കെ വളരെ സുപരിചിതമായ രാഗമാണ്. അപ്പോൾ എതുകുല കാമ്പോജി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ കേരളമേ ഓർമ്മയുള്ളൂ. തിരുവാതിര പാട്ടുകളുടെ ഒരു ടിപ്പിക്കൽ രാഗമാണ് ശരിക്കും. അപ്പോൾ അത് ചരണം വരുമ്പോൾ അങ്ങനെ ചെയ്തു. പക്ഷെ നിങ്ങളുടെ വരികൾ